ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് നല്ല മടിയുള്ള ഒരു ദിവസം കൂടിയാണ്. രാവിലെ തന്നെ നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയ ചെമ്മീനാണ്, നിങ്ങൾക്ക് കണ്ടറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇവനങ്ങ് ഫ്രൈ ആക്കാം. ഇന്ന് ഉച്ചയ്ക്ക് എനിക്കും കുഞ്ഞിനും മാത്രം ഫുഡ് മതി കേട്ടോ. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഹാപ്പിയാണ് ഗൈസ്. അങ്ങനെ വേറെ സ്പെഷ്യലായിട്ടുള്ള ഒരു കറി ഞങ്ങൾക്ക് വേണ്ട. എന്നാൽ പിന്നെ ഇന്നിപ്പോൾ ചെമ്മീൻ വറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്ത് അങ്ങ് വെച്ചു. അപ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു നൊസ്റ്റോ വന്നത് ഗൈസ്. പണ്ട് കോളേജിലായിരുന്ന ടൈമിൽ എനിക്ക് എൻ്റെ ആൻറ്റിയുടെ ഒരു സ്പെഷ്യൽ കടല റോസ്റ്റ് കിട്ടുമായിരുന്നു. അത് മിക്ക ദിവസവും എനിക്ക് ഉണ്ടാവും. എന്നാൽ പിന്നെ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ച് കടല എടുത്തങ്ങ് വെള്ളത്തിലേക്ക് ഇട്ടു. നിങ്ങൾ വിചാരിക്കണ്ടാവൂലേ ഇതിപ്പോൾ തലേ ദിവസം ഇടാതെ കടല എങ്ങനെ ഇപ്പോൾ വെന്ത് കിട്ടുമെന്ന്? സീനൊന്നുമില്ല കേട്ടോ. കുറച്ച് കൂടുതൽ നേരം വെള്ളത്തിലിട്ടിട്ട് കുറച്ച് കൂടുതൽ വിസിലടിച്ച സംഭവം സെറ്റായി. ഇന്ന് രാവിലെ എനിക്ക് കഴിക്കാൻ പുട്ടും പഴമായിരുന്നു കേട്ടോ. പഴം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സൺഡേ ഇതുകൊണ്ട് തന്നെ സ്കിൻ കെയർ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഗൈസ്. ഇതിപ്പോൾ എന്താണ് ഈ വാരി തേക്കണേന്നല്ലേ? ഞാൻ ഈ യൂസ് ചെയ്യുന്നത് സാലിസിലിക് ആസിഡ് ജെൽ 1% ആണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ. ഇത് അത്യാവശ്യം എനിക്ക് യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. കാരണം എനിക്ക് എൻ്റെ ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് തന്നെ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ എടുക്കുന്നത് അത്യാവശ്യം പെയിൻഫുൾ ആയതുകൊണ്ട് തന്നെ എനിക്കത് കുറച്ച് മടി. സൺഡേ കുക്കിങ്ങും സ്കിൻ കെയറും മാത്രമല്ല, കുറച്ച് ക്ലീനിങ് കൂടി ഉണ്ടേ. അപ്പോൾ നമ്മുടെ ബെഡ്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ നമ്മുടെ ചെമ്മീൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് മൂടിയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം തുറന്ന് വയ്ക്കാം. അതേപോലെ തന്നെ നമ്മുടെ കടല ഒരു സൈഡിൽ വേവ്. അങ്ങനെ നമ്മുടെ കുഞ്ഞിനുള്ള ചോറ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചോറും നമ്മുടെ ചെമ്മീൻ വറുത്തതും അച്ചാറുമാണ് എടുത്തിരിക്കുന്നത്. ഡേറ്റ്സ് പിക്കിളാട്ടോ. ഇത് നമ്മുടെ തന്നെ ഡേറ്റ്സ് പിക്കിളാണ്. നമ്മുടെ സ്വന്തം ബ്രാൻഡാണ്, ഹോം മെയ്ഡാണ്, പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല ഗൈസ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും അത് ഒരു പ്രശ്നമില്ലാതെ വാങ്ങിക്കഴിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിരുന്ന സമയത്താണ് ആരോ ബെല്ലടിച്ചത് കേട്ടത് കേട്ടോ. അതാരാവോ ഈ ടൈമിൽ എന്ന് വിചാരിച്ച് പോയി നോക്കിയപ്പോഴാണ് ദാ വന്നിരിക്കുന്നു വിനായകയുടെ ദീപാവലി സ്വീറ്റ്സ്. ഈ വീഡിയോ കുറച്ച് ദിവസം മുമ്പ് ഞാൻ എടുത്തതാണേ. സംഭവം എന്തായാലും കൊള്ളായിരുന്നു. മിക്സ്ചറും ലഡുവും ജിലേബിയും കുറേ പേടയും കാജു കട്ട്ലിയൊക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും കുഞ്ഞും ഹാപ്പിയായി. അങ്ങനെ ഇതിൻ്റെ എല്ലാ ഇടയിൽ കൂടെ നമ്മുടെ റൂമിൻ്റെ ക്ലീനിങ് കൂടി കഴിഞ്ഞിട്ടുണ്ടേ. കുഞ്ഞും അങ്ങനെ എല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ ഞാൻ വേഗം പോയി ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ചോറും ചെമ്മീൻ നമ്മുടെ ഫ്രൈയും കടല റോസ്റ്റും അച്ചാറും എല്ലാം കൂടി കൂട്ടിയിട്ട് ഞാനൊരു പിടി അങ്ങ് പിടിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് ഞാനും കുഞ്ഞും കുറച്ച് നേരം അങ്ങ് ഉറങ്ങിട്ടോ. ഉറക്കം കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഞാൻ അങ്ങ് എഴുന്നേറ്റു. പിന്നെന്താ കഴിക്കാമെന്ന് നോക്കിയപ്പോഴാണ് ബ്രെഡും മുട്ടയും കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല.